ഹായ്, അടുത്ത ലൊക്കേഷൻ വരുന്നത് വിൻവണ്ടർ വർക്കാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം. ബൈ. ഗൈസ്, നമുക്കപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വരികയാണ്. ടിക്കറ്റ് എടുക്കാൻ വളരെ സിമ്പിളാണ്. ഇവിടെ എങ്ങനെ വരും, ഇംഗ്ലീഷ് ആക്കുക, ബൈ ടിക്കറ്റ് കൊടുക്കുക. ഇത് ഓരോന്നും ഓരോ കാര്യങ്ങളിലാണ്. നിങ്ങൾക്ക് ഒൺലി അവിടെ പോയി കറങ്ങി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേബിൾ കാർ മാത്രം എടുത്താൽ മതി. അവിടെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇവിടെ എത്ര ആളുള്ളത് വെച്ചാൽ അത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾ മെയിൽ ID കൊടുക്കുക. കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇവിടെ എങ്ങനെ സ്കാൻ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ കൊടുക്കുക. സ്കാൻ എടുക്കുന്ന ഇത് വെച്ച് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മറ്റേ കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുക. കാർഡ് വെച്ച് GPay ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവാം. ബൈ ബൈ, സീ യു സൂൺ. ഗൈസ്, 20 ലക്ഷം മുടക്കി ഞങ്ങൾ വിൻവണ്ടേഴ്സിലെ കേബിൾ കാർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. കേബിൾ കാർ യെസ്. അപ്പോൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഇങ്ങനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്കാൻ ചെയ്തിട്ട് വരും. പിന്നെ നേരെ വരിക, വന്ന് ഇവിടെ എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, മുകളിലോട്ട് കയറി പോകും. വിയറ്റ്നാമിലെ ട്രെയിന് മാത്രമല്ല വിയറ്റ്നാമിൽ ട്രെയിൻ മാത്രമല്ല, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പല സംഭവങ്ങളുണ്ട്. അതേമാതിരി ഒരു ഹിഡൻ ആയിട്ടുള്ള സ്പേസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഹിഡൻ ജമ്പ് മാത്രം കവർ ചെയ്തിട്ടുള്ള അതേമാതിരി ഇങ്ങനെ ലൈനിക്കണം. എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ ലൈനിക്കലാണിത്. വിൻവണ്ടേഴ്സിലും സെയിം തന്നെയാണ് അവസ്ഥ വരുന്നത്. ലൈനിക്കുക, ക്യൂക്കുക, കയറാൻ പോവാം. പക്ഷെ ഭയങ്കര എക്സിക്യൂട്ടീവ് കേട്ടോ. എക്സിക്യൂട്ടീവ് കറക്റ്റായിട്ടാണ് അത് ചെയ്തിട്ടുള്ളവർ. ഹായ്. tối qua nhạc nước mấy cái kia mà live stream mà kiếm mạng với cái tối qua nhạc nước thứ mấy kia mà live stream đi rồi quay live stream nước cái thứ gì nó đẹp chứ. വിൻവണ്ടേഴ്സ് കേബിൾ കാർ ലൈസറാണ്. ഇവിടെ ഉള്ളി മൂട് നമ്മളെ കേരളത്തിൽ എന്ത് ചെയ്ത് മറ്റേ ബിൽഡിംഗ് ഉണ്ടാക്കിയതൊക്കെ പൊളിച്ചു ഒഴിവാക്കി. ഇവിടെ സീന് സീന് സീന്. đánh nhau anh em gọi đấy giết này Vinwonders. 7 giờ mới là nhạc nước. Hi. എന്ത് ചെയ്യാം. ഏതാ ഫ്രെയിം കൊണ്ട് ഒരു ഏരിയ എവിടെ ഫോട്ടോ എടുത്താലും അടിപൊളിയായിരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ മെയിനായിട്ട് ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ഡ്രസ്സ് വേണം. കുറേ ടീഷർട്ട്, കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളി പിക്ക് എടുക്കുക. ഒരു രക്ഷയില്ലാത്ത പിക്ക് എല്ലാ ഏരിയയും അത്രയും ഭംഗിയോട് കൂടിയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ ഏരിയ
അതിൻ്റെതായ ഭംഗിയും കാര്യങ്ങളുണ്ട്. കളർഫുള്ളാണ്, അതാണ് മെയിന്. ഇത്രയും കളർഫുള്ളാണ് ഇവിടുത്തെ ഏരിയ. നല്ല അടിപൊളി ജ്യൂസാട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മൾ അടുത്തത് വിയറ്റ്നാമിലെ താജ്മഹൽ കാണാൻ പോകും. ഏത് മൂഡ്, പൊളി മൂഡ്. ഗൈസ്, ഡ്രാഗൺ കുഞ്ഞ് നല്ല തീ തുപ്പുണ്ട സാധനം, കൊടുക്കാനുള്ള അറിയില്ല, നോക്കാം. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ഇത് ചോദിച്ചു നോക്കാം. കുട്ടികൾക്ക് വേറെ മൂഡ് സ്ഥലം. Con ơi. Con ơi, sao nó như vậy á? ചേക്കനത് കൊത്തിപ്പിടിച്ച് കയറുന്നേ, എവിടെ എത്തുന്നോ ഇവരൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. ഗൈസ്, ആണോണ്ട് ഫോട്ടോ ഇതേ വീണ്ടും എസ്കലേറ്റർ. ഇതിനൊരു അന്ത്യമില്ല അടച്ചാണേ. ഏത് മൂട്, പൊളി മൂട്, പറക്കണത് ഓരോന്നോടാ. Vâng, với tất nhiên chúng ta hãy cùng quan sát về chiếc vận sừng của bạn chim bao phù đất này, đó chính là các bệnh cây, các loài động nhộng vào chỗ tụi nhỏ. Vâng, hôm nay bạn này cùng có yêu trưởng của các bệnh nhân Vĩnh Long của các bệnh nha. Vâng, và trong trình ngày hôm nay thì bạn chim sừng bạn ấy sẽ tái hiện kỹ năng, đó chính là ആ ബേർഡ് വൺ രാമിലത മേല. Ôi, nhiều dây không này? ഗൈസ്, മാനെ നമ്മളിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇവിടെ ഉഹൂയ്. എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റിയ സ്ഥലം. അതായത് കുട്ടികൾക്കൊക്കെ മാനിനെ തീറ്റെടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ മാനിനെ തൊടുക എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവും. അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മാനുണ്ട്, ജിറാഫുണ്ട്, കൈതണ്ട്, എല്ലാം ഉണ്ട്. വൈബാണ്.
ഇവിടെ ആരാ? ടൈഗർ സീൻസാണ്. ചെങ്ങന്മാർക്ക് പേടിയില്ല. മറ്റേ സാധനമല്ല നീർനായിനാണ് പിടിച്ചുകൊണ്ട് അവിടെ വളർത്തുന്നത്. ഓരോരോ സാധനങ്ങൾ വല്ലാത്ത മൂഡ് തന്നെ വരുത്തട്ടോ. എന്നത് പാറക്കല്ല് കേൾക്കുന്ന മാറി കിടക്കുന്നു. Next, we are going to giraffe. കണ്ടാൽ പ്രതിമനെ പോലെ ഉണ്ടെങ്കിലും ഒറിജിനലാ സാധനം. കള്ളവടവന്മാര് അടിപൊളിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണു ഇവിടെ. നെക്സ്റ്റ് ജയില്. വേറെ 3 സ്ഥലങ്ങൾ കേട്ടോ. ഇതൊക്കെയാണ് സൂ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളി, ഒരു രക്ഷയില്ലാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷികൾ പോലും മനസ്സിലാവുന്നുണ്ടാവില്ല അവരെ കൂട്ടിനുള്ളിലാണെന്നുള്ളത്. അമ്മാരി രീതിയിലാണ് ഇത് ക്രിയേറ്റിവിറ്റി. ഏതാ ഇതിനുള്ളിൽ കാണുന്ന ഇവിടുത്തെ ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അതായത് ബീച്ച് വ്യൂ വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. അടിപൊളി സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ വാട്ടർ തീം പാർക്ക് വരുന്നുണ്ട്. അത് ഈ ഏരിയയിലാണ് വാട്ടർ തീം പാർക്ക് വരുന്നത്. സ്പീഡ് ബോട്ട് സ്കൈ ഡൈവിങ്. സ്പീഡ് ബോട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ ആക്ടിവിറ്റീസാണ് വാട്ടർ തീം പാർക്ക്. ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നമുക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ എല്ലാ ഗെയിംസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഫാമിലി ആയിക്കോട്ടെ, ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ, ആർക്കാണെന്നുണ്ടെങ്കിലും വന്ന് നിൽക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. അടുത്തൊരു ആക്ടിവിറ്റീസ് ആണിത്. സീന് സാധനം.
ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും KFC. വീണ്ടും KFC. എവിടെയൊക്കെ പോയിക്കണം അവിടെ നിന്നൊക്കെ KFC കഴിക്കാനാണ് പരിപാടി. സെക്കൻഡ് ഫ്ലോർ. ഏയ് കോട്ട സ്പോൺസർ ബൈ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം കഴിഞ്ഞ് തിരിക്കുകയാണ്. ഗൈസ് നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. ഈ വണ്ടിയിലാണ് നമ്മളെ റൂമിലോട്ടുള്ള യാത്ര. So we are going to Hi bro, how are you? Yeah, fine. Okay bro.